يا أيها الذين آمنوا توبوا إلى الله توبة نصوحا أتى رمضان مزرعة العباد لتطهير القلوب من الفساد ومن زرع الحبوب وما سقاها تأبه نادما يوم الحصاد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, ശ്രോതാക്കളെ, പ്രപഞ്ചം അഖിലാണ്ടം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അജയ്യനും അമരനുമായ, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത, എല്ലാവർക്കും വേണ്ട അന്നവും വെള്ളവും വായുവും വെളിച്ചവും ജീവിതവും ജീവനവും നൽകിയ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഏവരെയും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഊസിക്കും അവ്വലൻ ബി തഖ്വല്ലാഹ്. അള്ളാഹു നമ്മെ ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ശാക്കിര്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ അള്ളാഹുവിനെ നിത്യവും സ്മരിച്ച് അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്ന ദാക്കിര്യങ്ങളിൽ ദൈവിക സ്മരണ വെച്ച് പുലർത്തുന്നവരിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും ആ പാപങ്ങളെ കഴുകിക്കളയുന്ന തൗവാബീങ്ങളിൽ, മുസ്തഗ്ഫിരീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ക്ലേശങ്ങളിൽ ക്ഷമിക്കുന്ന സ്വാബീര്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10, ആ ഒരു 10ലേക്ക് പ്രവേശിക്കുവാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ 20 ദിവസത്തിനേക്കാളേറെ പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ദിനരാത്രങ്ങളിലേക്കാണ് നാം കാലെടുത്ത് വെക്കുവാൻ പോകുന്നത്. ഇദാ ദഖലൽ അശറൽ അവാഖിർ, അവസാനത്തെ 10ലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, അദ്ദേഹത്തിൻ്റെ അരമുണ്ട് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. വ അഹിയ ലൈലഹു, തൻ്റെ രാത്രിയെ കൂടുതൽ സജീവവും സക്രിയവുമാക്കി ഉറക്കമിളർന്ന് നിദ്രാവിഹീനമായ രാത്രികളായിരിക്കും പ്രവാചകൻ ഉണ്ടാവുക. വ അയഖല അഹ്ലഹു, താൻ മാത്രമല്ല തന്നെ പോലെ തൻ്റെ കുടുംബവും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആ വല്ലാത്ത ഒരു ആഗ്രഹം കൊണ്ട് തൻ്റെ വീട്ടുകാരെയും ആ ഒരു നന്മയിലേക്ക് വിളിച്ചുണർത്തും. അങ്ങനെ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട് ആദ്യത്തെ 2 10കൾക്കും ഇല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളും പോരിശകളുമൊക്കെ ഉള്ള ഒരു 10ലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടും ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് തൗബ എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ റമളാനിലൂടെ അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിലെ 4 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്ന് സ്വർഗപ്രവേശനമാണ്, ദുഖൂലുൽ ജന്ന. 2 ഇത്ഖു മിനൻ നാർ, നരകത്തിൽ നിന്നുമുള്ള മോചനമാണ്. 3 തഖ്വ, നമുക്കറിയാം ലഅല്ലക്കും തത്തഖൂൻ, അല്ലെ? നോമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാകുവാൻ വേണ്ടിയാണ്. തഖ്വ എന്ന് പറയുന്ന സൂക്ഷ്മത കൈവരുത്തുവാൻ വേണ്ടിയാണ്. 4മത്തേതായിട്ട് മഗ്ഫിറത്താണ്, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന ഒരു അവസ്ഥ നമ്മിലുണ്ടാകണം. റമളാൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ്. ആ കരിച്ചു കളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ വസ്തുക്കളെയോ കരിച്ചു കളയുന്നതല്ല ഈ ഒരു റമളാനിലെ പൊരുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിനകത്തുള്ള പാപങ്ങളാകുന്ന മാലിന്യത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ മനുഷ്യരായി പിറന്നവരാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരായ നമുക്കുള്ള പ്രത്യേകത എന്താ? ഖുലിഖൽ ഇൻസാനു ലഈഫ, അള്ളാഹു മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചത്. ന്യൂനതകൾ ഉണ്ടാവും, അല്ലെ? ഏതൊരു മനുഷ്യനും ഇന്നഹു കാന ലലൂമൻ ജഹൂല, അമാനത്ത് ഏറ്റെടുത്ത ഒരേ ഒരു വർഗം മനുഷ്യരാണ്. പക്ഷെ ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് അമാനത്ത് ഏറ്റെടുത്തെങ്കിലും അവന് വീഴ്ച പറ്റിയെന്നാണ്. ഇന്നഹു കാന ലലൂമൻ ജഹൂല, തീർച്ചയായും അവൻ അക്രമിയും അവിവേകിയുമായിരിക്കുന്നു. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേണ്ടാവൃത്തിയിലേക്ക് ക്ഷണിച്ച ആ സ്ത്രീയുടെ സംസാരമായിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ഞാൻ എൻ്റെ മനസ്സിനെ തെറ്റിൽ നിന്ന് മുക്തമാക്കി കളയുന്നില്ല. തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് ചായുന്ന പ്രകൃതത്തിലാണ്. ഏതൊരു മനുഷ്യന്റെയും മനസ്സ് തെറ്റിലേക്ക് ചായും.
പ്രവാചകൻ പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. ഏതൊരു മനുഷ്യനും തെറ്റ് സംഭവിച്ചു പോയേക്കാം, പക്ഷെ ആ തെറ്റ് സംഭവിച്ചു പോകുന്നവരിൽ ഉത്തമന്മാർ ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, തെറ്റ് സംഭവിച്ചു പോകുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പ്രമാണങ്ങൾ ഉദ്ധരിക്കാൻ നിന്നാൽ ഒരുപാട് മണിക്കൂറുകളോളം എടുത്ത് നമുക്ക് ആ വിഷയം സംസാരിക്കേണ്ടി വരും. താബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്, കനിഞ്ഞു മടങ്ങുക എന്നാണ്. അപ്പൊ അള്ളാഹു നമ്മിലേക്ക് മടങ്ങുകയാണ്, നമ്മുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മിലേക്ക് മടങ്ങുന്നവനാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനും തൗബയും എന്ന് പറയുമ്പോൾ മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായൊരു ബന്ധം റമളാനും തൗബയും തമ്മിലുണ്ട്. റമളാനിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കേട്ട ഹദീസുകളുണ്ട്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പ് നോറ്റാൽ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിൽ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ ലഭിക്കുന്ന ആ ഒരു പ്രതിഫലം എന്താ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അതിലൂടെ പൊറുത്തു കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു റമളാനിലൂടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ പറ്റുന്ന ഒരു അവസരമാണ് വന്നു കിട്ടുന്നത് എന്നർത്ഥം. എന്ന് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും പറഞ്ഞു, വ റമളാനു ഇലാ റമളാൻ മുകഫ്ഫറാത്തും മാ ബൈനഹുന്ന ഇദാ ദിത്നിബൽ കബായിറു. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഒരു വിശ്വാസിയിൽ സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ആ ഒരു റമളാൻ കൊണ്ട് അള്ളാഹു പൊറുത്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഇദാ ദിത്നിബൽ കബായിറു, വലിയ വലിയ പാപങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കുന്നുവെങ്കിൽ. അപ്പൊ റമളാൻ എന്താണ്? അവന്റെ പാപങ്ങൾ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എറേസർ കൊണ്ട് ഇങ്ങനെ മായ്ച്ചു കളയില്ലേ, അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയൊക്കെ മായ്ച്ച് 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 കളഞ്ഞു പോകുന്ന ഒരു എറേസർ പോലെയാണ് ഈ റമളാൻ എന്ന് പറയുന്നത്. എന്തിനേറെ ഈ ഒരു റമളാനും തൗബയും എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ഏറ്റവും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഹദീസ്, ഇതൊക്കെ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ നമുക്ക് എന്താ പറയാ, ഈ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉപദേശങ്ങൾ കൊണ്ടല്ലാതെ മനുഷ്യനെ മാജിക് കൊണ്ട് നന്നാക്കാൻ പറ്റില്ല. പോലീസും പട്ടാളവും നിയമങ്ങളൊന്നും പേടിപ്പിച്ചതുകൊണ്ടൊന്നും മനുഷ്യനെ നേരാക്കാൻ പറ്റില്ല. ഉപദേശങ്ങൾ തന്നെയാണ്. ഫദക്കിർ അല്ലെ, ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ അവനെ ഉത്ബോധിപ്പിക്കുക. തീർച്ചയായും ഉത്ബോധനം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇന്നമ അന്ത മുദക്കിർ, തീർച്ചയായും നീ ഉത്ബോധനം നടത്തുന്നവൻ മാത്രമാണ് എന്നാണ് പ്രവാചകനോട് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഉപദേശങ്ങൾ നിരന്തരം ഹൃദയം തുറന്നു വെച്ച് കേൾക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകളും എന്നിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞല്ലോ, സ്വന്തം തെറ്റുകൾ കണ്ട് മറ്റാളുകളുടെ തെറ്റുകൾ കാണാതെ പോകുന്നവർക്ക് വിജയാശംസകൾ. ആ ഒരു ഉത്തമ ബോധ്യം ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. സ്വന്തം തെറ്റുകളെ കുറിച്ച് ആലോചിക്കുകയും അവനവന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതെ പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജയാശംസകൾ. അപ്പൊ നമ്മൾ ഈ ഒരു തെറ്റിനെ കുറിച്ചുള്ള തോബയെ കുറിച്ച് മറ്റൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റാരെ കുറിച്ച് ആലോചിക്കണ്ട, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിലക്ക് റമളാനും തൗബയും തമ്മിലുള്ള ബന്ധം, ആ ഒരു ഹദീസ് എന്താ? ഈ തൗബയും റമളാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹദീസ് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു, അല്ലേ? ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സാധാരണ പതിവില്ലാത്തൊരു രീതി കണ്ട സ്വഹാബികൾ അങ്ങനെയാണ്. അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ച് ക്ലിയർ ചെയ്യും, പിന്നത്തേക്ക് എടുത്ത് വെക്കൂല. യാ റസൂലല്ലാ യാ റസൂലല്ലാ എന്നൊക്കെ ഇടക്ക് നമ്മൾ കേൾക്കുന്ന, എന്തുണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യുക. മറ്റൊരു സംശയത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഇടം നൽകരുത്. ദീനിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല. അത് ആർത്തവത്തെക്കുറിച്ചാണെങ്കിലും ശരി, അങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് മടിക്കേണ്ടതില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പൊ അവർ ചോദിച്ചു, എന്താ അങ്ങനെ ആമീൻ പറയുന്നത്? പ്രവാചകൻ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിലൊന്നെന്തായിരുന്നു? മൻ അദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു.
ഒരു റമദാൻ വന്ന് കിട്ടിയിട്ടും അവന്റെ പാപങ്ങളൊന്നും കഴുകിക്കളയാതെയാണ് ആ റമദാൻ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ, ഇതുവരെ കുറെ റമദാൻ വന്നു നിൽക്കേണ്ട ആയുസനെടുക്ക്, അതുപോലെ റമദാൻ ഈ വർഷവും വന്നു, അതിതാ വന്നു അതിതാ പോകുന്നു എന്ന നിലക്ക് പ്രത്യേകിച്ച് അവനിൽ ഒരു ചേഞ്ചും വരുത്താത്ത ഒരവസ്ഥയാണ് അവന് ഉള്ളത് എങ്കിൽ, അവന്റെ പാപങ്ങളെ ഒന്നും കഴുകി കളയാൻ പറ്റാത്ത രീതിയിലൊരു കേവലമായ ഒരു റമദാൻ എന്ന നിലക്കാണ് എങ്കിൽ അവന് അള്ളാഹുവിങ്കിൽ നിന്നുമുള്ള നാശമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അവനെ അകറ്റട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അള്ളാഹുവിങ്കൽ ഏറ്റവും ഉന്നത സ്ഥാനീയനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് ആമീൻ പറയുന്നത്. അപ്പൊ ഈ റമദാൻ വന്നു കിട്ടിയിട്ട് നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യവാന്മാർ പിന്നെ മറ്റാരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയുള്ള ഈ ദിവസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അത് ഒഴിഞ്ഞിരിക്കണം. ഒരു മരത്തിന്റെ പഴുത്ത ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ, ഒരു പക്ഷിയുടെ തൂവലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ, ഒരു പാമ്പിന്റെ ശരീരത്തിലുള്ള മേലുറ അത് പൊഴിച്ചു കളയുന്നത് പോലെ, നമ്മുടെ മനസ്സിനകത്തെ തെറ്റുകളാകുന്ന, പാപങ്ങളാകുന്ന ചെളിയും ചേറും മാലിന്യവും കഴുകിക്കളയുവാൻ ഈ ഒരു മാസത്തിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. റമദാനിൽ തോബ ചെയ്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഞാൻ തുടക്കത്തിൽ ഒരു കവിത ചൊല്ലിയത്, അത് റമദാനിന്റെ തുടക്കത്തിലാണ് നമ്മുടെ പ്രഭാഷകർക്ക് അത് നമ്മളെ കേൾപ്പിക്കാറുള്ളത്. അതാ റമളാനു മസ്റഅത്തൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി വമൻ സറഅൽ ഹുബൂബ വമാ സഖാഹാ തഅവഹു നാദിമൻ യൗമൽ ഹസാദി. മനസ്സിനെ തെറ്റുകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു മാസം ഇതാ വന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെ മനസ്സിനെ തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കാൻ ഇത്രയേറെ വളക്കൂറുള്ള ഒരു മാസമായ ആ റമളാനിൽ തന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ ഫമൻ സറഅൽ ഹുബൂബ വമാ സഖാഹാ തഅവഹു നാദിമൻ യൗമൽ ഹസാദി. വിത്തിറക്കാൻ പറ്റിയ ഒരു സീസൺ വന്നു കിട്ടിയിട്ട് തന്റെ കൃഷിയിടത്തിൽ വിത്തൊന്നും ഇറക്കാത്ത ഒരു കൃഷിക്കാരൻ വിളവെടുപ്പ് നാളിൽ ഒരു വിളയും ലഭിക്കാതെ അവൻ ഖേദിച്ചിരിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പൊ വിത്തിറക്കാൻ പറ്റിയ ഒരു മാസമാണ് റമദാൻ മാസം. പാപമോചനത്തിന്റെ വിത്തിറക്കണം, തോബയുടെ വിത്തിറക്കണം, പുണ്യങ്ങളുടെ വിത്തിറക്കണം. എന്നിട്ട് പരലോകത്ത് അഖില ലോക സൃഷ്ടി മഹാസമ്മേളനത്തിന്റെ അന്ന് കണക്കെടുപ്പ് ദിവസം നമ്മുടെ കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ പുസ്തകം, നമ്മുടെ ഓഡിറ്റ്, ആ രേഖ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പാപങ്ങളെയൊക്കെ കരിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കൊരവസ്ഥയുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു റമദാനുമായിട്ടുള്ള ബന്ധവും തോബയുമായുള്ള ബന്ധവും ഇത്തരം തെളിവുകളിൽ നിന്ന് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഒരു ഹദീസ് കൂടി ആ വിഷയത്തിലേക്ക് ചേർക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നം. എന്തായിരുന്നു സ്വപ്നം? രണ്ടാളുകൾ ഒരേ ദിവസമാണ് ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ അവർ മുസ്ലിങ്ങളായി ജീവിച്ചു. അതിൽ ഒരാൾ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഷഹീദായി. അപ്പൊ ഈ രണ്ടാൾ ഒരേ ദിവസമാണ് ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷെ അതിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. ആ ഷഹീദായ മനുഷ്യൻ ഷഹീദായി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്തയാൾ എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. അത് സ്വാഭാവികമായ മരണമാണ്, സാധാ മരണം. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവസാനം മരണപ്പെട്ട ആ സാധാ നിലക്ക് മരണപ്പെട്ടു പോയ സ്വഹാബിയാണ്. അപ്പൊ ഇതെന്താ ഇങ്ങനെ? ശരിക്കും ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, എത്രയോ പ്രതിഫലാർഹമായിട്ടുള്ള ദറജയുള്ള ഒരു വിഷയമാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ. ആ ഷഹീദിനേക്കാൾ ആദ്യം ഈ സാധാ നിലക്ക് മരണപ്പെട്ട വ്യക്തി എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം സ്വഹാബികളുടെ ഇടയിലേക്ക് വന്ന് ഈ വിഷയം ഷെയർ ചെയ്തു. അപ്പൊ സ്വഹാബികളും ആശ്ചര്യം കൊണ്ടു. അവർക്കും ഇതിന്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി അവരെല്ലാവരും കുതുകികളായി കൗതുകപൂർവം പ്രവാചകന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എടുത്തിട്ടു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇതിലെന്താ ഇപ്പൊ അത്ര അത്ഭുതപ്പെടാൻ എന്നാണ് ആദ്യം അവരോട് ചോദിച്ചത്. ഇത് എന്താണ് ഇപ്പൊ അത്ര അത്ഭുതപ്പെടാൻ? ആ രണ്ടാമത് മരണപ്പെട്ട ആൾക്ക് ഒരു റമദാൻ വന്നു കിട്ടിയില്ലേ? ആ രണ്ടാമത് മരണപ്പെട്ട ആൾക്ക് ഒരു റമദാൻ അധികം കിട്ടിയില്ലേ എന്നാണ്.
അപ്പൊ ഈ ഷഹീദിനേക്കാൾ മുമ്പേ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ മാത്രം പോരിശകളും പുണ്യങ്ങളും പ്രതിഫലവും സമ്പാദിക്കുവാൻ പറ്റിയ വല്ലാത്തൊരു ആത്മീയ ചൈതന്യത്തിന്റെ മാസത്തിലാണ്, അതിലെ അവസാനത്തെ 10ലേക്കാണ് നമ്മൾ ഇപ്പോൾ കാലെടുത്ത് വെക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഇല്ലെങ്കിൽ ഇനി എപ്പോൾ? തെറ്റ് ചെയ്യാത്തവരെന്നല്ല ഞാനും നിങ്ങളുമൊക്കെ ഈ കണ്ട കാലത്തിനിടക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾ അതൊരിക്കലും എഴുതി രേഖപ്പെടുത്താൻ പറ്റില്ല. ആകാശത്ത് മിന്നിമറിയുന്ന നക്ഷത്രങ്ങളെക്കാളേറെ, കടലിലെ കടലിലെ നൊരയേക്കാളേറെ, നമ്മുടെ ഭൂമിയിലെ മേൽപ്പരപ്പിൽ കാണുന്ന മൺതരികളെക്കാളേറെ ഒരു പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു നമ്മുടെ പാപങ്ങളെയെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് തോന്നി ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഇപ്പൊ ഇത്ര വിഷയമാണോ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഇത്ര വലിയ വിഷയമാക്കേണ്ടതുണ്ടോ എന്ന്. അവിടെയാണ് സൂറത്ത് അൽ ഖാരിയയുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽ ഖാരിയ എന്ന സൂറത്ത് അറിയാത്തവരില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഹിനിൽ മൻഫൂഷ് فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. അവിടെ പറയുന്ന ഒരു വിഷയം എന്താ? സ്വഹാബികൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. അവര് ചെറിയ ചെറിയ തെറ്റൊന്നും ഒരു വിഷയമാകില്ല, ചെറിയ ചെറിയ തെറ്റൊന്നും ഇത്ര വിഷയമാകില്ല എന്ന് കരുതി സംസാരത്തിലും മറ്റുമൊക്കെ വന്നു പോയേക്കാവുന്ന ചെറിയ ചെറിയ തെറ്റുകളെ അവരത്ര വലിയ ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഈത്തപ്പഴവും മറ്റു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ദാനം ചെയ്യുമ്പോൾ അതൊന്നും ഇത്ര വലിയ കാര്യപ്പെട്ടൊരു പുണ്യമായിട്ട് അവർ കണ്ടിരുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് കരുതി അതിനെ ഗൗരവത്തോടു കൂടി അവർ കണ്ടിരുന്നില്ല. അതൊക്കെ പടച്ചോൻ പരിഗണിക്കുമോ? ചെറിയൊരു ഈത്തപ്പഴം കൊടുക്കുന്നതും അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതൊക്കെ പടച്ചോൻ ഗൗരവത്തിൽ എടുക്കുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ആ സൂറത്തിൽ പറയുന്നത് എന്താ? ആരുടെയെങ്കിലും കർമ്മങ്ങളുടെ തുലാസിൽ ഒരു അണുമണി തൂക്കം നന്മയുണ്ട് എങ്കിൽ അത് അവൻ കണ്ടെത്തുമെന്നുള്ളതാണ്. സൂറത്ത് സൽസലയിലെ ആയത്താണ് ഈ വിഷയത്തിൽ പറയേണ്ടത്. ഇദാ സിൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ ഫമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ഖൈറൻ യറ. സൂറത്തുൽ ഖാരിയ അല്ല, സൂറത്തുൽ സൽസല. അവിടെ പറയുന്നത് ഫമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ റിസൾട്ട് അവൻ കാണും. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെ ദുരന്തവും അവൻ കാണേണ്ടി വരുമെന്നാണ്. ആ ഒരു വിഷയം സൂറത്തു സൽസല അതിന്റെ പശ്ചാത്തലമാണ്. അപ്പൊ സ്വഹാബികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇത്ര വലിയ രൂപത്തിൽ പരിഗണിക്കുമോ എന്നൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. ഈ ഒരു സൂറത്ത് അവതരിക്കുന്നതോടുകൂടി ആ ധാരണ നീങ്ങിക്കിട്ടുകയാണ്. സൂറത്തുൽ ഖാരിയയിൽ പറയുന്നത് ആരെങ്കിലും അവന്റെ നന്മയുടെ തുലാസിൽ നന്മയാണ് കനം തൂങ്ങുന്നത് എങ്കിൽ അവൻ സംതൃപ്തമായ ജീവിതമായിരിക്കും അവൻ ഉണ്ടാവുക. അതല്ല, കർമ്മങ്ങളുടെ തുലാസിൽ തിന്മക്കാണ് കനം തൂങ്ങുന്നത് എങ്കിൽ അവന്റെ സങ്കേതം ഹാവിയ എന്ന് പറയുന്ന നരകമായിരിക്കുമെന്നാണ്. ഒരു സഹോദരങ്ങൾ, ചെറിയതാണെങ്കിലും ശരി അത് തൂക്കും അല്ലാഹു. നമ്മുടെ കർമ്മങ്ങളെയെല്ലാം തൂക്കുന്ന മീസാനായിരിക്കും പരലോകത്ത് അല്ലാഹു നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് താഴ്ന്ന് കേൾന്ന് വിനയപ്പെട്ട് നമ്മുടെ മനസ്സുകളിൽ വന്നുകൂടിയുള്ള പാപങ്ങളെ കഴുകിക്കളയുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നസീഹത്തോടു കൂടിയിട്ടുള്ള തൗബ ചെയ്യണം. എന്താ നസീഹത്തോടു കൂടിയ തൗബ? നിഷ്കളങ്കമായ തൗബ. നിഷ്കളങ്കമായ തൗബയുടെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലൊരു ഖേദം ഉണ്ടാകണം. ഖേദമില്ലെങ്കിൽ ഒരാൾക്കും തൗബ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഹീന യസ്നി അസാനി എന്ന് പറയുന്നത്. വഹുവ മുഅ്മിൻ. മുഅ്മിൻ ആയിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ സാധിക്കില്ല. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മുഅ്മിൻ ആയിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധിക്കുകയില്ല. ലാ യശ്റബുൽ ഖംർ
ഹീന യശ്റബുൽ ഖംറു വഹുവ മുഅ്മിൻ. ഒരാൾക്ക് ഈമാനോടുകൂടി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മദ്യപിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഈമാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ആ ഒരു തെറ്റിനെ കുറിച്ചുള്ള വല്ലാത്തൊരു മനസാക്ഷിക്കുത്തുണ്ടാവും, വേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു ഖേദം ഉണ്ടാവും. തെറ്റിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ എന്താ പറയാ, മാ ഹറക്കൽ പ്രവാചകൻ പറഞ്ഞല്ലോ, അൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടാവും. അല്ലെങ്കിൽ അലൈഹിന്നാസ്, ജനങ്ങൾ ആരെങ്കിലും കണ്ടാലോ എന്ന്, ഇത് ആരെങ്കിലും അറിഞ്ഞാൽ വശലത്തരാണല്ലോ എന്നൊരു ഒരു 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 അവസ്ഥയുണ്ടാവും. ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ. നോക്കൂ, മനസ്സിനകത്ത് ചെറിയൊരു ചൊറിച്ചിൽ, പക്ഷേ വേണ്ടില്ലായിരുന്നു എന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും അറിയോ, ഈ ഒരു കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ മാനം പോയി പോകും, ഞാൻ വഷളായി പോകും എന്നൊരവസ്ഥയുണ്ട് എങ്കിൽ അതാണ് തെറ്റ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഒരാളുടെ തെറ്റ് പടച്ചോൻ ഇങ്ങനെ മാലോകരെ കാണിക്കാൻ വെച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തെറ്റുകൾക്ക് മണമുണ്ടായിരുന്നുവെങ്കിൽ, തെറ്റുകൾക്ക് സ്മെല്ലുണ്ടായിരുന്നുവെങ്കിൽ ഒരാൾ നമ്മളോട് പുഞ്ചിരിക്കുക പോലും ചെയ്യൂല. തെറ്റുകൾക്ക് കാണുന്ന ഒരവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ ഒരാൾ പോലും നമ്മളോട് സലാം പോലും പറയില്ല. നമുക്ക് നെഞ്ച് നിവർത്തി, അല്ലേ, നെറ്റി നിവർത്തി ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കാൻ പോലും സാധിക്കൂല. തല താഴ്ത്തി അപമാന ഭാരത്തോടുകൂടി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗഫൂറും ഗഫാറുമാണ് എന്ന് അള്ളാഹു. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മായ്ച്ചു കളയുന്നവൻ എന്ന് മാത്രമല്ല, അത് ഹൈഡ് ചെയ്തു വെക്കുന്നവൻ എന്നുകൂടിയുണ്ട്. അതായത് ഒളിപ്പിച്ചു വെക്കുന്നവൻ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുക മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് എല്ലാവരോടും തൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന, അതിൽ നിന്നും ഒരാളും ഒഴിവല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, കഴിഞ്ഞ കാല ജീവിതത്തിനിടക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ പടച്ചവൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയുള്ളൂ എന്തൊക്കെ തെറ്റുകളാണ്. ഇപ്പൊ ഞാൻ എന്തൊക്കെ തെറ്റാ ചെയ്തെന്ന് എനിക്ക് മാത്രമേ അള്ളാഹു കഴിഞ്ഞാൽ അറിയുകയുള്ളൂ, അത് മറ്റാർക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ സ്വകാര്യതകളിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ, രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ എന്തെല്ലാം പാപങ്ങൾ നാം ചെയ്തിട്ടുണ്ടോ, ആ പാപങ്ങളൊക്കെ മനസ്സറിഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനോട് ഏറ്റു പറയണം. അതിനാദ്യം ഖേദം വേണം. ഖേദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും? ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്യും. അള്ളാഹുവിൻ്റെ പേരിൽ അയാൾ സത്യം ചെയ്യും. സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. അവിശ്വാസികളെ കുറിച്ച് പടച്ചവൻ പറഞ്ഞല്ലോ, ഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ല മുസ്തക്ബിറ, അല്ലേ? നമ്മുടെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു കളയും. പിന്നെ കേൾക്കാത്തവനെ പോലെ ആയിരിക്കും, അവൻ്റെ ചെവിയിൽ ഒരു തരം ഒരുക്കി ഒഴിച്ചതുപോലെ അവൻ പിന്തിരിഞ്ഞു കളയും. സൂറത്തുൽ ജാസിയയിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടിട്ടും പിന്നെയും അത് തെറ്റാൻ അറിഞ്ഞിട്ടും സുമ്മ യുസിറു മുസ്തക്ബിറ, അഹങ്കാരിയായിക്കൊണ്ട് ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, അത് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ ഇനി ഞാനത് ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും ആ തെറ്റ് അയാൾ ആവർത്തിക്കുകയില്ല എന്ന് മാത്രമല്ല, അയാൾ ആ തെറ്റ് ചെയ്തതിന് പകരം നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു തെറ്റ് പുറത്തു കിട്ടാൻ വേണ്ടി. എന്നിട്ട് അവസാനം പിന്നീട് അയാളുടെ നിലപാട് നന്നായി തീരും. പിന്നെ അയാൾ ആ ഒരു വിഷയത്തിൽ തെറ്റ് പറ്റാത്ത ആളായിരിക്കും. പിന്നീട് അയാളുടെ നിലപാട് നന്നായി തീരും. തൗബയുമായി ബന്ധപ്പെട്ട് എത്ര ആയത്തുകളുണ്ട് ഖുർആനിൽ. അവിടെയൊക്കെ പലപ്പോഴും വഅസ്ലഹ തുമ്മ താബ വഅസ്ലഹ എന്ന് കാണുവാൻ സാധിക്കും. തൗബ ചെയ്തു എന്ന വാക്കിനോടൊപ്പം തന്നെ തുടർത്തി പറഞ്ഞൊരു വാക്കെന്താ? അസ്ലഹ എന്നാണ്. എന്താ അസ്ലഹ എന്ന് പറഞ്ഞാൽ? പിന്നീട് നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തവൻ. അങ്ങനെയുള്ള ആളുകളുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക. നിലപാട് നന്നാക്കുക എന്നുള്ളത് തൗബ, അവൻ്റെ തൗബ സത്യസന്ധമായിട്ടായിരുന്നു, നിഷ്കളങ്കമായിട്ടാണ് അവൻ തൗബ ചെയ്തത് എന്ന് ജീവിതം കൊണ്ട് അയാൾ തെളിയിക്കണം. അങ്ങനെയായിരുന്നു സ്വഹാബികളൊക്കെ. ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയകമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, അള്ളാഹു എല്ലാ ദിവസവും ബിസിയാണ്. പടച്ചവൻ്റെ അത്ര ബിസിയുള്ളവർ ആരാ? മറ്റാരുമില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ, അള്ളാഹു എല്ലാ ദിവസവും ബിസിയാണ്. അതിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറു ഇബ്നു കസീറിൽ കാണുവാൻ സാധിക്കും,
മിൻ ഷൈനിഹി, അള്ളാഹുവിന്റെ ബിസി എന്ന് പറഞ്ഞാൽ അൻ യജീബ ദാഇയൻ, അള്ളാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിൽ അള്ളാഹു ബിസിയാണ്, അള്ളാഹു തിരക്കിലാണ്. വയുഅത്തി സായിലൻ വയഗ്ഫിറു ദംബൻ, അള്ളാഹുവിനോട് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ ആ ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ അള്ളാഹു ബിസിയാണ്. അതുപോലെ തന്നെ വയഗ്ഫിറു ദംബൻ, ആരെങ്കിലും അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുന്നുവെങ്കിൽ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി അള്ളാഹു ബിസിയാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളോട് എല്ലാവരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, സൂറത്ത് ആൽ ഇംറാനിൽ. അവിടെ വസാരിഉ എന്നാണല്ലോ പറഞ്ഞത്. സാരിഉ എന്ന് പറയുന്ന എപ്പോഴാ? അവിടെ അസ്രിഉ എന്ന് പറഞ്ഞില്ല എന്നാണ്. തഫ്സീറിൽ കാണാം, ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നു വലം യഖുൽ അസ്രിഉ, നിങ്ങൾ സ്പീഡിലാക്കൂ എന്ന് പറഞ്ഞില്ല. പിന്നെ സാരിഉ എന്ന് പറഞ്ഞു. സാരിഉ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ തമ്മിൽ മത്സരിച്ച് സ്പീഡ് കൂട്ടുന്നതിനെയാണ് സാറ എന്ന് പറയുക. അപ്പൊ അസ്രിഉ സ്പീഡ് കൂട്ടു എന്ന് പറയാതെ സാരിഉ എന്ന് പറഞ്ഞത് രണ്ടാളുകൾ തമ്മിലുള്ള കിടമത്സരത്തിലാണ് ഒരു മാത്സര്യം ഉണ്ടാവുക. അതുപോലെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നിങ്ങൾ മത്സരിക്കണം എന്നാണ്. ഇപ്പൊ സഫ് ഗ്യാപ്പിൽ ഒഴിവുണ്ടെങ്കിൽ ആ വേറെ ആരെങ്കിലും കയറി നിന്നോട്ടെ എന്നല്ല, പിന്നെ അത് ആ കൂലി എനിക്ക് കിട്ടണം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ സഫിലേക്ക് കയറി നിൽക്കാൻ ഉത്സാഹം കാണിക്കണം. ഒരു കളക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കട്ടെ എന്നിട്ട് കൊടുക്കാമെന്നല്ല, ആദ്യം ഞാൻ കൊടുക്കണം എന്നപ്പോ നമ്മുടെ തൊഴിയൂര് ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, നമ്മുടെ ഹിഫ്ള് കോളേജിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു സഹോദരി അതിലേക്ക് ക്യാഷ് മുടക്കുന്ന ആദ്യത്തെ ആള് ഞാനാകണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ നല്ലൊരു തുക ആ സ്പോട്ടിൽ വെച്ച് തന്നെ, സ്റ്റേജിൽ വെച്ച് തന്നെ ആ ഒരു സംരംഭത്തിന് വേണ്ടി കൈമാറുകയുണ്ടായി. അത് ആദ്യം തന്നെ എനിക്ക് കിട്ടണം. അതാണ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം, ധൃതി പിടിച്ച് മത്സരിക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ സ്പീഡ് പാടില്ല എന്നാ പറയാം, ധൃതി അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കും. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ ധൃതി വേണമെന്നാ പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് മുൻപിൽ 70 ആൾക്കാർ, ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ 70 ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പിന്നിലാണ്. അപ്പൊ അദ്ദേഹം സ്പീഡ് കൂട്ടി പെട്ടെന്ന് ധൃതി കൂട്ടി പോകുന്നത് കണ്ടപ്പോൾ പടച്ചൻ ചോദിക്കുന്നുണ്ട് അമാ അഅജലക അൻ ഖൗമിക യാ മൂസ, ബാക്കിൽ നിന്റെ ജനതയെയും വിട്ട് നീ ഇങ്ങനെ സ്പീഡിൽ വരാൻ കാരണം എന്താ? അപ്പൊ മൂസാ നബി പറഞ്ഞു ഖാലഹും ഉലായി അസരി, അവരെന്റെ തൊട്ട് പിറകിൽ തന്നെയുണ്ട്. പക്ഷേ വഅജിൽതു ഇലൈക റബ്ബി ലിതർലാ, ഞാൻ നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ധൃതിയിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. വഅജിൽതു ഇലൈക റബ്ബി ലിതർലാ, എന്റെ റബ്ബേ നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. പരലോകത്തിന്റെ വിഷയത്തിൽ ധൃതി കൂട്ടണം എന്നാണ്. സോ നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പില്ല. അതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നമ്മളെ പാപമോചനത്തിലേക്ക് നമ്മൾ ധൃതി കൂട്ടണം. അതിനുശേഷമാണ് വജന്നത്തിൻ എന്ന് പറഞ്ഞത്. പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണം, വജന്നത്തിൻ സ്വർഗത്തിലേക്കും. അപ്പൊ പാപമോചനം കഴിഞ്ഞിട്ടേ സ്വർഗം ഉണ്ടാവുള്ളൂ. സ്വർഗം പറയുന്ന മുമ്പേ പാപമോചനത്തിലേക്ക് ധൃതി കൂട്ടണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? പാപമോചനം കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. ഏത് തെറ്റും അള്ളാഹു പൊറുക്കുന്നതാണ്. സൂറത്തു മാഇദയിലെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വേദക്കാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം അള്ളാഹുവിന്റെ മേൽ ആരോപിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നില്ല? അല്ലെ, ഒരു സാധാരണ മനുഷ്യന്മാരെ കുറിച്ച് പറയാൻ പറ്റുമോ? ഒരാൾക്ക് പിറക്കാത്ത കുഞ്ഞിനെ ആരോപിക്കുന്നത് എത്ര വലിയ തെറ്റാ മനുഷ്യന്മാരുടെ അടുക്കൽ. നമ്മുടെ അടുക്കൽ തന്നെ ഒരാൾക്ക് പിറക്കാത്ത കുഞ്ഞിനെ ആരോപിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. അതും പടച്ചവനെ കുറിച്ചിട്ടാണ് ആരോപിക്കുന്നതെങ്കിലോ എന്തുമാത്രം വലിയ ഗുരുതരമായ തെറ്റായിരിക്കും. കബറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു തെറ്റാണ് അവർ പറഞ്ഞത്. പക്ഷെ ആ ആളുകളോട് പോലും പടച്ചവൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് തൗബ ചെയ്യുന്നില്ല? അത്ര വലിയ തെറ്റ് വരെ തൗബ ചെയ്ത അള്ളാഹു പൊറുക്കുന്ന, ഏത് തെറ്റാണെങ്കിലും ശരി അള്ളാഹു പൊറുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇനിയും നാളും നക്ഷത്രവും നോക്കിയിരിക്കാൻ പാടില്ല. എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ മൗലവിയുടെ കുടുംബക്കാരും നമ്മുടെ ഫദൽ കുമരിയുടെ അനുജനുമായ നൂറുൽ മൗലവിയുടെ പ്രഭാഷണമായിരുന്നു. അപ്പൊ നൂറുൽ മൗലവി പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ കൂടിയായിട്ടുള്ളൊരു മാജദ് മൗലവിക്ക് അറിയായിരിക്കും, ഒരു സ്ത്രീ മിനിയാന്ന് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പൊ എന്താ മരണ കാരണം? മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കയറിയതാണ്. അല്ലേ
മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കയറിയതാണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി ഒരു 50 ഉറുപ്പിക എടുത്ത 2 കിലോ മാങ്ങ കിട്ടൂലേ അങ്ങാടിയിൽ നിന്ന്. പക്ഷേ പടച്ചോൻ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കയറി, അപ്പൊ തന്നെ മരണപ്പെട്ടു. ഇന്നലെ മിനിയാന്ന് എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്ത് ഒരാൾക്ക് 22 വയസ്സ്, ഒരാൾക്ക് 23 വയസ്സ്. രണ്ടാളും നല്ല എന്താ പറയാ ആജാനുഭാവുക്കളും നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരുമാണ്. നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്, ലോറി ഡ്രൈവർമാരാണ്. പക്ഷെ അവർ മൈസൂർ ബാംഗ്ലൂർ വെച്ചിട്ട് അവരുടെ ലോറി നിയന്ത്രണം വിട്ട് ലോറി തല കീഴ്മേൽ മറിഞ്ഞു. അപ്പൊ തന്നെ അവർ മരണപ്പെട്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പൊ മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. ഇനി നമ്മൾ എവിടുക്കാ കാത്തിരിക്കുന്നത്? തൗബ സ്വീകരിക്കണമെങ്കിലുള്ള നിബന്ധനകൾ പറയുന്നിടത്ത് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. അതിലൊന്നെന്താ? ഗർഗർ ശബ്ദം, അല്ലേ? ലം യഖ്ബൽ തൗബത്ത്, അള്ളാഹു തൗബ സ്വീകരിക്കൂല. എപ്പോ? അവന്റെ റൂഹിൽ, അവൻ തൊണ്ടക്കുഴിയിൽ ഗർഗർ, മരണത്തിന്റെ ആ ഒരു ചക്രശ്വാസം വലിക്കുമ്പോൾ എന്തായിരുന്നാലും ഇയാൾ മരിക്കുന്ന ഉറപ്പായി. അയാൾക്ക് മരിക്കുമെന്നോ അയാൾ ഉറപ്പായിട്ട് പിന്നെ അയാൾ തൗബ ചെയ്ത അള്ളാഹു ആ തൗബ സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ഫിർഔന് ഇന്നി തുബ്തുൽ ആൻ, ഇപ്പോഴിതാ ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പടച്ചോൻ ചോദിക്കണ്ട, ആൻ ഇപ്പോഴാണോ നീ തൗബ ചെയ്ത് മടങ്ങാൻ കണ്ടത്? ഇത്രയും കാലം നിനക്ക് ഓർമ്മ വന്നില്ലേ? ഇപ്പൊ മരിക്കുന്ന ഉറപ്പായപ്പോഴാണല്ലേ തൗബ ചെയ്ത് മടങ്ങുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫിർഔനെ പോലെ മുങ്ങി ചാകാൻ നേരത്തെ മരണം ഉറപ്പ് വരുന്ന സമയത്ത് തൗബ ചെയ്ത അള്ളാഹു സ്വീകരിക്കൂല. പിന്നെ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന ഒരവസ്ഥ വരും. അതെന്താ? അന്ത്യനാൾ. അപ്പൊ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന സമയത്ത് തൗബ ചെയ്താൽ സ്വീകരിക്കൂല. അന്ത്യനാൾ സംഭവിക്കുന്ന സമയത്ത് തൗബ ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. ഈ 2 സമയത്തൊഴികെ പിന്നെ ബാക്കി എപ്പോൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അത് റമദാനിൽ നമുക്ക് ഈ ഒരു സമയത്ത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സഹോദരങ്ങളെ? നമ്മുടെ മനസ്സൊക്കെ ഈമാനിന് പാകപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത്രമാത്രം ആത്മീയ ചൈതന്യത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറയേണ്ട ഏറ്റവും ധന്യമായുള്ള സമയവും സന്ദർഭവുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. പ്രവാചകന്റെ അടുക്കലേക്ക് കുറെ ആളുകളെ എന്താ പറയാ യുദ്ധ തടവുകാരായിട്ട് പിടിച്ചു. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ട്. അതിലൊരു സ്ത്രീ ഇങ്ങനെ അസ്വസ്ഥമായിട്ട് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ആ സ്ത്രീ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയെ എടുത്തു, തൻ്റെ ആ ചുടുമാറിലേക്ക് ചേർത്തി ആ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൻ്റെ കുട്ടിക്ക് പാല് കൊടുത്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സ്വഹാബികളോട് പറഞ്ഞു, ആ സ്ത്രീ തൻ്റെ മാറിടത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം ഒരു മാതാവ് തൻ്റെ കുഞ്ഞുമായിട്ട് എത്രമാത്രം വലിയൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. ആ ഒരു മാതാവ് ഒരിക്കലും ആ കുട്ടിയെ തീയിലേക്ക് എറിയില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ നരകത്തിൽ ഇടുന്നതിനെ എന്താ പറയുക അത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു കുട്ടിയെ ഒരു മാതാവ് സ്നേഹിക്കുന്നതിനേക്കാളേറെ അള്ളാഹു തൻ്റെ അടിമകളോട് കാരുണ്യം കാണിക്കുകയും അവന്റെ വിഷയത്തിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരും, വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തരും, പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കായിരുന്നാലും മടുക്കും, അല്ലേ? ആർക്കായിരുന്നാലും മടുക്കും. മനുഷ്യന്മാരോട് കൂടുതൽ ചോദിക്കുന്നിടത്തോളം മടുപ്പ് കൂടെ ചെയ്യാം. എന്നാൽ പടച്ചവനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ് പടച്ചവന് ദേഷ്യം വരിക എന്നാണ്. മനുഷ്യന്മാരോട് ചോദിക്കുന്നത് കൂടുതലാകുന്തോറും മനുഷ്യന്മാർക്ക് ദേഷ്യം വരും. എന്നാൽ പടച്ചവനോട് ചോദിക്കാതിരുന്നാലാണ് പടച്ചവനക്ക് ദേഷ്യം വരിക. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാരെയും കാത്തു നിൽക്കേണ്ട കാര്യമല്ല. ഇതിലൊക്കെ നമുക്ക് മാതൃകയുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ വലിയ മാതൃകയാണ്. ആ പഴം കഴിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ശുദ്ധീകരണത്തിന്റെ പാപമോചനത്തിന്റെ വാക്കുകൾ കിട്ടാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പാപമോചനത്തിന്റെ വാക്കുകൾ കിട്ടിയ ഉടനെ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ, ആ പാപശുദ്ധീകരണത്തിന്റെ വാക്കുകൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ
വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. അല്ലാഹുവേ, ഞങ്ങളോട് തന്നെ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ രണ്ടുപേരും നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന. അപ്പൊ ആ ഒരു തൗബയുടെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ എല്ലാവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് സൂറത്തുൻ നിസായിലെ 17-18 ആയത്ത് എല്ലാവരും ഇന്ന് തന്നെ അതിന്റെ അർത്ഥം പോയി നോക്കണം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാവരെ കൊണ്ട് ഖുർആൻ എടുപ്പിച്ചിട്ട് ആ ഒരു 2 ആയത്തിന്റെ അർത്ഥം ഒന്ന് വായിപ്പിക്കണമെന്നുണ്ട്. സമയം കിട്ടുമോ എന്നറിയില്ല. സൂറത്തു അൻ നിസായിലെ 17-18. സഹോദരങ്ങളെ, പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു തൗബ സ്വീകരിക്കാന്നാണ്. അതല്ലാതെ തോന്നിയ സമയത്ത് ഇങ്ങനെ നീട്ടിവെച്ച് ലാഗ് ചെയ്ത് അങ്ങനെ ഈ തൗബ ചെയ്യാൻ നീട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂല. പെട്ടെന്ന് തൗബ ചെയ്യണമെന്നുള്ളതാണ്. ഒരു ഒട്ടകയാത്ര നിങ്ങൾ ഹദീസിൽ കാണുമല്ലോ. ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അയാളുടെ ഭക്ഷണവും തആമുഹു വസറാബഹു, അയാളുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ ആ ഒട്ടകപ്പുറത്താണ്. അയാൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനം കൂടിയാണ് ആ ഒട്ടകം. അങ്ങനെ അയാൾ ഒട്ടകപ്പുറത്തുള്ള ആ ഭക്ഷണവും ഇതൊക്കെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. പെട്ടെന്ന് തന്റെ വാഹനം കാണുന്നില്ല. അയാൾക്ക് മരുഭൂമി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവരായിരിക്കും പല ആളുകളും. നമ്മളൊക്കെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രബോധനത്തിന്റെ ഭാഗമായി ചില ഉൾപ്രദേശങ്ങളിലുള്ള ഇടയന്മാരിലേക്ക് ദഅവത്തെത്തിക്കാൻ വേണ്ടി, ഇപ്പോൾ ഫാഹിമിന് അതായിരിക്കും ജോലി, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരുഭൂമിയിലുള്ള ഇടയന്മാരെടുത്ത് പോയിട്ട് അവർക്ക് ദഅവത്തെത്തിക്കണം. അപ്പോൾ ഉൾവഴിയിലൂടെ മരുഭൂമിയിലൂടെ കുറെ യാത്ര ചെയ്താലാണ് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അതിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പൊ ആ യാത്ര പോകാൻ വേണ്ടിയുള്ള വാഹനം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അയാളുടെ ഭക്ഷണം അവിടെയാണ്, അയാളുടെ വെള്ളവും അവിടെയാണ്. അങ്ങനെയുള്ള തൻ്റെ യാത്ര, ആ ഒട്ടകം നഷ്ടപ്പെട്ടു. അയാൾ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി കണ്ണ് തുറന്നു നോക്കുന്ന സമയത്ത് അതാ അയാളുടെ മുമ്പിൽ ആ ഒട്ടകവും ആ ഭക്ഷണവും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അയാൾ സന്തോഷം കൊണ്ട് ചിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ ആ ഒരു ആധിക്യത്താൽ അയാൾക്ക് നാവൊന്ന് പഴച്ചുപോയി. അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ പടച്ചവനുമാണ്. നാവിന് ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അഖ്തഅ ചിദ്ദത്തിൽ ഫറഹി, മരുഭൂമിയിൽ തനിക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു വാഹനവും ഭക്ഷണവും വെള്ളവും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അയാൾക്ക് നാവിന് പഴച്ചു. അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക്, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ പടച്ചവനുമാണ് എന്ന് അയാൾ പറഞ്ഞു പോയി. അതിനേക്കാളൊക്കെ എത്രയോ വിശദീകരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒരു അടിമയുടെ തൗബയിൽ അള്ളാഹു ഏറെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിലക്കൊക്കെയുള്ള പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ആരും സങ്കടപ്പെടേണ്ടതുണ്ട്. വൻപാപങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതിരിക്കുക എന്നുള്ള വൻപാപമാണ്. എനിക്കൊക്കെ പുറത്തു കിട്ടുമോ? ഞാനൊക്കെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനു മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലാസ്റ്റ് സമയത്ത് വെച്ചിട്ട് ഞാൻ നന്നായി കഴിഞ്ഞാൽ പഠിത്തം സ്വീകരിക്കുമോ? പിശാച് നിരാശ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതാണ്. പിശാച് നിരാശ ഉണ്ടാക്കി തരും. എടോ, നിന്റെ തോപൊക്കെ പഠിത്തം സ്വീകരിക്കുമോ? എന്തൊക്കെ നീ ചെയ്തിട്ടുണ്ട് എന്ന് പിശാച് ഇങ്ങനെ നിരാശ ഉണ്ടാക്കി തരും. ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല നിരാശ എന്ന് പറഞ്ഞാൽ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് യാക്കൂബ് നബി മക്കളോട് പറയുന്നുണ്ടല്ലോ, ലാ തൈഅസു മിൻ റൂഹില്ല, അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത്. ആ ആയത്തിന്റെ അവസാനം എന്താ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികൾ മാത്രമേ അള്ളാഹുവിന്റെ ആശ്വാസത്തിനെ തൊട്ട് നിരാശരാവുകയുള്ളൂ. നിരാശ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഏതൊരു വിഷയത്തിലും എന്ന പോലെ തൗബയുടെ വിഷയത്തിലും നമുക്കുണ്ടാകേണ്ടത്.